പഠിക്കാൻ എന്തെങ്കിലും ഒരു ടിപ്പ് തരുമോ ചേട്ടാ എന്നുള്ള സീരീസാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ആക്ച്വലി എൻ്റെ സ്റ്റോറിയാണ്. പഠിക്കുക, മാർക്ക് മേടിക്കുക എന്നുള്ള കാര്യത്തിൽ ക്ലാസ്സിലെ ഏറ്റവും മോശം സ്റ്റുഡൻസിൽ ഒരാളായിരുന്നു ഞാൻ 9ാം ക്ലാസ് വരെ. എൻ്റെ ഒരൊറ്റ ശീലം ഞാൻ മാറ്റിയത് കൊണ്ടാണ് ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻറ്റിൽ നിന്നും ഒരു എബോവ് ആവറേജ്, ടോപ്പ് സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല, ഒരു എബോവ് ആവറേജ് സ്റ്റുഡൻ്റായി മാറിയ എൻ്റെ വഴി. ഞാൻ ആ മാറ്റിയ ശീലം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അതിനു മുന്നേ ഇതിന്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. സോ സയന്റിഫിക് നമ്മൾ നോക്കുകയാണെങ്കിൽ പഠിക്കുക, മാർക്ക് മേടിക്കുക, ആ ഒരു പ്രോസസ്സിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് 3 കാര്യങ്ങളാണ്. ഒരു സ്ട്രക്ചർ വേണം, പിന്നെ അറ്റൻഷൻ വേണം, പിന്നെ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് വേണം. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ്, പക്ഷെ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, അങ്ങനെ ഒരു കാറ്റഗറിയിലാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം സ്ലോ ഡൗൺ. കോഗ്നിറ്റീവ് പേസിംഗ് എന്നാണ് നമ്മൾ ആ സ്റ്റേജിന് പറയുക. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ആഗ്രഹമുള്ളൊരു കാര്യത്തിൽ, ഏറ്റവും ചെറുത്, ലൈഫിനെ ബാധിക്കുന്നതൊന്നുമല്ലാത്ത ചെറിയൊരു കാര്യത്തിൽ ഒരു ഡിസിപ്ലിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. 3, നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ പഠിക്കാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ഭയങ്കര മെസ്സി ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ ഒരു കാര്യം ചെയ്യാനുള്ളതിൽ നമ്മുടെ തോട്ട്സിൽ ഒരു ക്ലാരിറ്റി വരുത്തുക. 4, നമ്മളുടെ പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ, നിങ്ങളുടെ ടേബിൾ അറേഞ്ച് ചെയ്യുന്നത്, രാവിലെ എണീറ്റ് വെള്ളം കുടിക്കുന്നത്, അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു പോസിറ്റീവ് റെയിൻഫോഴ്സ്മെന്റ് നമ്മൾ കൊണ്ടുവരണം. ലൈക്ക് എസ്തെറ്റിക്കലി ഭംഗിയാക്കാനുള്ള ശ്രമം. നല്ലൊരു പേന അല്ലെങ്കിൽ നല്ലൊരു പുസ്തകം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിൽ പഠിക്കാനുള്ള എബിലിറ്റി അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് ആക്ച്വലി കുറേ തിയറി പഠിക്കുന്നതിലും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നുമല്ല. അത് ആക്ച്വലി കിടക്കുന്ന നമ്മുടെ കോഗ്നേറ്റീവ് എബിലിറ്റീനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകൾ പോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ കഥ, ഞാൻ 10ാം ക്ലാസ്സിൽ എത്തുന്നത് ആകെ മെസ്ഡ് അപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ്. പാസ്സായി 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക്. പക്ഷേ 10ാം ക്ലാസ്സിൽ അവിടെ തോൽക്കുകയോ അല്ലെങ്കിൽ മാർക്ക് കുറവാവുകയോ ആണെങ്കിൽ പിന്നെ ലൈഫ് മുന്നോട്ട് സ്റ്റക്ക് ആയിരിക്കും എന്നുള്ള റിയലൈസേഷൻ ഉണ്ടായിരുന്നു. പ്രഷർ ഉണ്ടായിരുന്നു, സ്ട്രെസ് ഉണ്ടായിരുന്നു. ആരും എനിക്ക് എക്സ്റ്റേണലി തന്നതല്ല, പക്ഷെ ഇന്റേണലായിട്ട് തന്നെ വന്നതായിരുന്നു. എന്തോ ഒരു കാരണം കൊണ്ട് എൻ്റെ കൈയക്ഷരം മോശമായിരുന്നു, എനിക്ക് കൃത്യമായിട്ട് ഒരു നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ലായിരുന്നു, എൻ്റെ പുസ്തകങ്ങളൊക്കെ കീറി പറഞ്ഞ പുസ്തകങ്ങളും, അങ്ങനെ ഒരു ഭയങ്കര മെസ്ഡപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. എനിക്കിതെല്ലാം കൂടെ ഒരുമിച്ച് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ഞാനപ്പോൾ ഫോക്കസ് ചെയ്തത് ഒരൊറ്റ കാര്യത്തിലാണ്, എൻ്റെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ നോട്ട് പുസ്തകം 10ാം ക്ലാസ്സിലെ. ഞാനത് വർഷം തുടങ്ങുന്നത് മുതൽ അവസാനം വരെ ഞാൻ തീരുമാനിച്ചു, ഒരേ കളർ പേന കൊണ്ട് മാത്രമേ ഞാൻ എഴുതുള്ളൂ. നല്ല കയ്യക്ഷരം വരയിട്ട്, അതായത് ക്ലാസ്സിൽ എഴുതി തരുമ്പോൾ ഞാൻ ആ നോട്ടിൽ എഴുതില്ല, ഞാൻ റഫ് പുസ്തകത്തിൽ എഴുതിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് പകർത്തി വൃത്തിയായിട്ട് മാത്രമേ എഴുതുള്ളൂ എന്ന് തീരുമാനിച്ചു. ആ ഒരു തീരുമാനം, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 4 പോയിന്റുകളും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അത്.